ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വോട്ട് ചോരി കേരള പതിപ്പിന് BJP തൃശൂർ നിയോജക മണ്ഡലത്തിൽ നീക്കം നടത്തുന്നതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. 6 ബൂത്തുകളിലായി 374 പേരെ അകാരണമായി വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിനീക്കാൻ BJP അപേക്ഷ നൽകിയതായി ജോസഫ് ടാജറ്റ്. തൃശൂർ കോർപ്പറേഷൻ പുതിയ ഭരണസമിതിയുടെ ആദ്യ കൌൺസിൽ യോഗം ചേർന്നു. മാതൃകാപരമായി ഒത്തൊരുമയോടെ എല്ലാവരും മുന്നോട്ടു പോകണമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമായി. ഫെബ്രുവരി 22-ന് തെരഞ്ഞെടുപ്പ് നടക്കും. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണ ശ്രമം. മോഷ്ടാവ് രക്ഷപ്പെട്ടത് സെക്യൂരിറ്റി ജീവനക്കാരനെ കമ്പിപ്പാര കാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ ഇരുചക്രവാഹനങ്ങൾ കത്തിയ സംഭവം. ഉടമകൾക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ പ്രതിഷേധത്തിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. BJPക്കെതിരെ തൃശൂരിൽ വോട്ടു ചോരി ആരോപണവുമായി കോൺഗ്രസ്. വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിന്റെ പേരിൽ തൃശൂർ നിയോജക മണ്ഡലത്തിലെ 6 ബൂത്തുകളിലായി 374 പേരെ അകാരണമായി വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിനീക്കാൻ BJP കൂട്ടഅപേക്ഷ നൽകിയതായാണ് ആക്ഷേപം. ഒല്ലൂക്കര, നെട്ടിശ്ശേരി വില്ലേജുകളിലെ 180, 151, 155, 157, 163, 166 എന്നീ ബൂത്തുകളിലാണ് കൂട്ടത്തോടെ അകാരണമായി വെട്ടിനീക്കാൻ ഗൂഢനീക്കം നടക്കുന്നത്. വോട്ട് ചോരി കേരള പതിപ്പിനാണ് BJP ഇതിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി കേരള പതിപ്പിനെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഒല്ലൂക്കര, നെട്ടിശ്ശേരി വില്ലേജിന് കീഴിൽ അകാരണമായി കൂട്ടത്തോടെ വോട്ടർമാരെ വെട്ടിനീക്കാൻ ഫോം നമ്പർ 7 സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കൊടുത്ത അപേക്ഷയിൽ 90% പേരും ആ സ്ഥലത്തുള്ളവരാണ്. ബാക്കിയുള്ള 10% എന്ന് പറയുന്നത് മരിക്കാത്തവരെ മരണപ്പെട്ടു എന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. 166 ബൂത്തിലെ BLOയുടെ മകന്റെ പേര് വരെ വെട്ടിമാറ്റാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. നിയന്ത്രിതമായി മാത്രം നൽകുന്ന ഫോം 7 കൂട്ടത്തോടെ വാങ്ങിയാണ് BJPയുടെ നീക്കം. ഇത് സംസ്ഥാന സർക്കാരിലെ മേലുദ്യോഗസ്ഥരുടെ അറിവോടെയാണ്. അപേക്ഷ പ്രകാരം UDFന് വോട്ട് ചെയ്യുന്നവരുടെ പേരുകളാണ് പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുക. ഇതിൽ CPM BJP അന്തർധാര ഉണ്ടെങ്കിൽ അപേക്ഷയിലെ 90% പേരുകളും വെട്ടിപ്പോകും. ഇത്തരത്തിലുള്ള ഗൂഢതന്ത്രങ്ങളുമായി വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നീക്കത്തെ അത് ഇവിടെ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകൾ തട്ടിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, അത് കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരാണ്. അത് CPMുമായി അന്തർധാരയുണ്ടെങ്കിൽ ഇത് മുഴുവൻ വെട്ടിപ്പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് തടയിട്ടില്ലെങ്കിൽ കേരളത്തിൽ ആകമാനം ഈ സംവിധാനം വന്നാൽ അനേകായിരങ്ങളുടെ അർഹരായവരുടെ വോട്ടുകളാണ് വെട്ടിപ്പോകും. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും കോൺഗ്രസ് പരാതി നൽകി. TCV തൃശൂർ. ക്രിയാത്മക ചർച്ചകൾക്ക് വഴി തുറന്ന് തൃശൂർ കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൌൺസിൽ യോഗം. അജണ്ട ഇനങ്ങൾക്ക് മുൻപായി അനുവദിച്ച പൊതു ചർച്ചയിൽ വിഷയങ്ങൾ സമഗ്രമായി അവതരിപ്പിച്ച് ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ. എല്ലാവരുടെയും സഹകരണവും നിർദ്ദേശങ്ങളും ക്ഷണിച്ച് മികച്ച മാതൃക കൌൺസിലാകണമെന്ന മേയറുടെ ആമുഖത്തോടെ ആരംഭിച്ച കൌൺസിൽ യോഗത്തിൽ ആദ്യം പൊതുചർച്ച അനുവദിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് ഹിരണിന്റെ ആവശ്യം മേയർ അനുവദിക്കുകയായിരുന്നു. സംസ്ഥാന കലോത്സവത്തിൽ സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും പ്രവർത്തനങ്ങളെ പ്രശംസിച്ച ഹിരൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് മേയറുടെ ഓഫീസിനെ മറികടന്ന് ചിലർ അനധികൃതമായ പണപ്പിരിവ് നടത്തിയെന്നും ഇക്കാര്യത്തിൽ നിജസ്ഥിതി പരിശോധിക്കണമെന്നും ആവശ്യമുന്നയിച്ചു. റെയിൽവേ പാർക്കിംഗിൽ നടന്ന തീപിടുത്തത്തിൽ കരാറുകാരൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു ദുരന്തമുണ്ടാക്കിയതെന്നും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഹിരൺ ആവശ്യപ്പെട്ടു.
പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കൌൺസിലർ ലാലി ജെയിംസിന്റെ മറുപടി ഡിവിഷനുകൾ കാടുപിടിച്ച് കിടക്കുന്നതിന് ഉത്തരവാദികൾ മുൻ ഭരണസമിതി തന്നെയാണെന്നായിരുന്നു. കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരുടെ കണക്ക് വ്യക്തമാക്കണമെന്നും ലാലി ജെയിംസ് ആവശ്യപ്പെട്ടു. വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തലിന് വിധേയരായി അഴിമതിമുക്ത കോർപ്പറേഷനായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് BJP കൌൺസിലർ രഘുനാഥ് സി മേനോൻ ആവശ്യപ്പെട്ടു. നഗരത്തിലെ കുടിവെള്ള വൈദ്യുതി പ്രശ്നത്തിനും മാലിന്യ പ്രശ്നത്തിനും പരിഹാരം കാണാനായി വാട്ടർ അതോറിറ്റിയുടെയും വൈദ്യുതി വിഭാഗത്തിന്റെയും ഹരിതകർമ്മസേനയുടെയും സംയുക്ത യോഗം വിളിക്കണമെന്ന ലാലി ജെയിംസിന്റെ ആവശ്യം മേയർ അംഗീകരിച്ചു. കൌൺസിലിന് 3 ദിവസം മുൻപ് അജണ്ടയും 90 മണിക്കൂറിനുള്ളിൽ മിനിറ്റ്സും എല്ലാ കൌൺസിലർമാർക്കും ലഭ്യമാക്കണമെന്ന് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. ആരോപണങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് നടന്ന ചർച്ചയിൽ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ്, ML റോസി, ലിംന മനോജ്, മുംതാസ് താഹ, ബൈജു വർഗീസ്, സുബി ബാബു, P. സുകുമാരൻ, ഷോബി ഫ്രാൻസിസ്, സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്താൻ വിജ്ഞാപനമായി. അടുത്ത മാസം 22-നാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 13-അംഗ ഭരണസമിതിയെയാണ് തെരഞ്ഞെടുക്കുക. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വൻ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയതോടെ 2021 മുതൽ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമായിരുന്നു. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണശ്രമം. സെക്യൂരിറ്റിയെ കമ്പിപ്പാര കാട്ടി ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് കടന്നുകളഞ്ഞു. നഗരമധ്യത്തിൽ അതീവ സുരക്ഷാ മേഖലയായ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പുലർച്ചെയാണ് മോഷണശ്രമം. കോടതിയുടെ ഓഫീസ് റൂമിന്റെ വാതിലിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് സെക്യൂരിറ്റി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി രക്ഷപ്പെട്ടു. ഓഫീസ് മുറിയുടെ വാതിൽ തകർക്കുന്ന ശബ്ദം കേട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ സ്ഥലത്തെത്തിയപ്പോഴാണ് മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടത്. സെക്യൂരിറ്റി ഇയാളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും കൈവശമുണ്ടായിരുന്ന കമ്പിപ്പാര കാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കോടതി പരിസരത്ത് വീട്ടിൽ നിന്നും ഒരു ബൈക്കും ഇതേ സമയത്ത് മോഷണം പോയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സ്വദേശിയാണ് കവർച്ചയ്ക്ക് ശ്രമിച്ചതെന്നാണ് സൂചന. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ ഇരുചക്രവാഹനം കത്തിയ സംഭവത്തിൽ ഉടമകൾക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ പ്രതിഷേധത്തിലേക്ക്. കത്തിയ ബൈക്കുകളുടെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുഗമമാക്കുന്നതിന് വാഹനങ്ങളുടെ എഞ്ചിൻ നമ്പറും ഉടമകളുടെ പേരും റെയിൽവേ ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പ്രീമിയം പാർക്കിംഗ് എന്ന പേരിൽ യാത്രക്കാരിൽ നിന്ന് അമിത തുക ഈടാക്കുന്ന കൊള്ള അവസാനിപ്പിക്കുക, പാർക്കിംഗ് ഏരിയയിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധത്തിൽ ഉന്നയിക്കും. സംഭവത്തിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ പരിഹരിക്കണമെന്നും വാഹന ഉടമകളുടെ ആശങ്കയകറ്റണമെന്നും ശനിയാഴ്ച രാവിലെ 10-ന് റെയിൽവേ സ്റ്റേഷന് മുൻപിൽ നടത്തുന്ന ധർണ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ, സെക്രട്ടറി ജോണി പുല്ലോക്കാരൻ, സജി ആറ്റത്ര, KC കാർത്തികേയൻ എന്നിവർ പങ്കെടുത്തു. കടലിൽ മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളിയെ കാണാതായി. ഏങ്ങണ്ടിയൂർ ഏത്തായി സ്വദേശി 53 വയസ്സുള്ള കരുപ്പയിൽ വിജീഷിനെയാണ് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായത്. ഇന്ന് രാവിലെയാണ് സംഭവം. ചേറ്റുവ അഴിയിൽ നിന്നും പടിഞ്ഞാറുമാറി അഞ്ചങ്ങാടി വളവിന് പടിഞ്ഞാറ് 10 കിലോമീറ്റർ അകലെ വെച്ചാണ് വിജീഷ് കടലിലേക്ക് വീണതെന്ന് ഒപ്പമുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഇയാൾക്കായി ഫിഷറീസ് പോലീസും കോസ്റ്റൽ പോലീസും തിരച്ചിൽ നടത്തുകയാണ്. ശിവശക്തി ഫൈബർ വഞ്ചിയിലാണ് വിജീഷ് മത്സ്യബന്ധനത്തിനായി പോയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കുന്നംകുളം മേഖലാ സമ്മേളനം കുന്നംകുളം കോമേറ്റ് സർക്കിൾ ക്ലബിലെ തിച്ചൂർ രാധാകൃഷ്ണൻ നഗറിൽ നടന്നു. COA മേഖലാ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. മേഖലാ ജോയിന്റ് സെക്രട്ടറി K. മണികണ്ഠൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം KA അജീഷ് സ്വാഗതം ആശംസിച്ചു. മേഖലാ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ അധ്യക്ഷനായി. KCCL ചെയർമാൻ K. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലത്ത് മൾട്ടി സർവീസ് പ്രൊവൈഡർ എന്ന തലത്തിലേക്ക് കേബിൾ TV ഓപ്പറേറ്റർമാർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വൈജ്ഞാനിക മേഖലയിൽ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മികച്ച സേവനങ്ങൾ നൽകാൻ കേബിൾ TV ഓപ്പറേറ്റർമാർ സജ്ജരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മേഖലാ മെമ്പർ വിരു ജോൺസൺ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദത്തിൽ 6ാം റാങ്ക് നേടിയ മേഖലാ അംഗം S. ശശികുമാറിന്റെ മകൾ ഗായത്രിയെയും സമ്മേളനത്തിൽ ആദരിച്ചു. മേഖലാ സെക്രട്ടറി KV അബ്ദുൾ അസീസ് മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ PM മനോജ് സാമ്പത്തിക റിപ്പോർട്ടും CO ബിജു ഓഡിറ്റ് റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി P. ആന്റണി ജില്ലാ റിപ്പോർട്ടും, KCCL ഡയറക്ടർ VP ബിജു KCCL റിപ്പോർട്ടും അവതരിപ്പിച്ചു.
സിഒഎ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM എഡ്വിൻ എന്നിവർ സംസാരിച്ചു. ശബരിമല മണ്ഡലകാലത്തിന് പിന്നാലെ നഗരത്തിലെ പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നേരിട്ടിറങ്ങി. 3 മണിക്കൂർ നീണ്ട തീവ്ര യത്നത്തിനൊടുവിൽ നഗരസഭയുടെയും ദേവസ്വത്തിന്റെയും പ്രധാന പാർക്കിംഗ് കേന്ദ്രങ്ങൾ ശുചീകരിച്ചു. മണ്ഡലകാലത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിയതോടെ പാർക്കിംഗ് മൈതാനങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റവശിഷ്ടങ്ങളും കുന്നുകൂടിയിരുന്നു. നഗരസഭയുടെ മഞ്ജുളാൽ പാർക്കിംഗ് ഗ്രൌണ്ട്, ദേവസ്വത്തിന്റെ പഴയ ഫയർ സ്റ്റേഷൻ പാർക്കിംഗ് ഗ്രൌണ്ട് എന്നിവിടങ്ങളിലാണ് ശുചീകരണം നടന്നത്. 50ഓളം വരുന്ന സംഘം മാലിന്യങ്ങൾ തരംതിരിച്ച് നീക്കം ചെയ്ത ശേഷം ഗ്രൌണ്ടുകൾ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി. നഗരസഭാ ചെയർമാൻ സുനിത അരവിന്ദൻ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ സിറ്റി മാനേജർ KC അശോക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AT ഹംസ, V അനൂപ്, ബിന്ദു, അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി പഞ്ചായത്തിലെ വാഗ കളിസ്ഥലം നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിന് നടപടിയായി. 2019-20 സാമ്പത്തിക വർഷത്തിൽ വാഗ കളിസ്ഥലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി മുരളി പെരുന്നെല്ലി MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 12 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചെങ്കിലും സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിരുന്നതിനാൽ പ്രവൃത്തി ആരംഭിക്കാനായില്ല. ബ്ലോക്ക് പഞ്ചായത്തിന് ആസ്തിയിൽപ്പെട്ട സ്ഥലം നിയമപരമായി തരം മാറ്റിയെടുക്കുന്നതിന് കാലതാമസം നേരിട്ടു. കഴിഞ്ഞ വർഷം തരം മാറ്റി ലഭിച്ചെങ്കിലും ആസ്തി വികസന പദ്ധതിയുടെ നിബന്ധനകൾ പ്രകാരം ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള കാലാവധി കഴിഞ്ഞിരുന്നു. മുരളി പെരുന്നെല്ലി MLAയുടെ നിരന്തരമായ ശ്രമത്തെ തുടർന്ന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭിക്കുകയുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ലെനിൻ, എഞ്ചിനീയർ വിഭാഗം ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യ രവി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രുതി എന്നിവർ പദ്ധതി പ്രദേശം സന്ദർശിച്ച് സ്ഥലം പരിശോധന നടത്തി പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. കളിസ്ഥലത്തിന് ഗൈൽ പദ്ധതിയുടെ പൈപ്പ് പോകുന്നതിനുള്ള അനുമതി കൊടുത്തത് പ്രകാരം ലഭിച്ച 3.17 ലക്ഷം രൂപയും MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ച 12 ലക്ഷം രൂപയും അടക്കം 15.17 ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് നടപ്പിലാക്കുക. കളിസ്ഥലത്തിനൊപ്പം അനുബന്ധ റോഡും ഉയർത്തുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ലെനിൻ അറിയിച്ചു. TCV ന്യൂസ്, പാവറട്ടി. കുന്നംകുളം തിരുത്തിക്കാട് 100 അടിത്തോടിന്റെ ഇരുവശങ്ങളിലും നിന്നിരുന്ന 100-ലധികം തണൽ മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയതായി പരാതി. വെട്ടിക്കടവ് മുതൽ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും നിന്നിരുന്ന മരങ്ങളാണ് അധികൃതരുടെ അനുമതിയില്ലാതെ മുറിച്ചു മാറ്റിയത്. സംഭവത്തിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. മരങ്ങൾ വെട്ടിമാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെയും നഗരസഭാ അധികൃതരെയും വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസും നഗരസഭാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി മുൻകൂട്ടി അനുമതി വാങ്ങിയിരുന്നില്ലെന്നാണ് പ്രാഥമിക നിഗമനം. 46ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തുടക്കമാകും. സംസ്ഥാനത്തെ 44 ടെക്നിക്കൽ IHRD സ്കൂളുകളിൽ നിന്നായി 1500 കുട്ടിക്കലാകാരന്മാർ 52 ഇനങ്ങളിൽ പങ്കെടുക്കുന്നു. തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ, ടൗൺ ഹാൾ, സാഹിത്യ അക്കാദമി എന്നിവിടങ്ങളിലായി 8 വേദികളിലായാണ് മത്സരം. നാളെ വൈകിട്ട് 5-ന് ടൗൺ ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടനത്തിനു ശേഷം വിദ്യാർത്ഥികളുടെ ഫാഷൻ ഷോ അരങ്ങേറും. തൃശൂർ ഡോളേഴ്സ് ബസലിക്കയിലെ ഹെൽത്ത് കെയർ സൊസൈറ്റിയും സൌത്ത് ലയൺസ് ക്ലബ്ബും ചേർന്ന് ബസലിക്ക ഹാളിൽ സംഘടിപ്പിച്ച സൌജന്യ ശ്രവണ സഹായ ഉപകരണ വിതരണോദ്ഘാടനം അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ബസലിക്ക റെക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായി. ലയൺസ് ക്ലബ്ബ് സംസ്ഥാന സെക്രട്ടറി ജെയിംസ് വളപ്പില, കൺവീനർ പോൾസൺ ആലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ശ്രവണ പരിമിതരായ 251 പേർക്ക് സൌജന്യ ശ്രവണ സഹായ ഉപകരണങ്ങളും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന 175 പേർക്ക് സഹായ ഉപകരണങ്ങളും വിതരണം ചെയ്തു. ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. തൃശൂർ അതിരൂപ മുഹൂർത്തം ഉദ്ഘാടനം ചെയ്തതിനായി വളരെ സന്തോഷമുണ്ട്. തൃശൂർ ബസിലിക്ക
ആർട്ടിസ്റ്റ് VS ബാലകൃഷ്ണൻ അനുസ്മരണവും ശിഷ്യന്മാരുടെ ചിത്രപ്രദർശനവും തൃശൂരിൽ സംഘടിപ്പിക്കും. ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുന്ന പ്രദർശനം വെള്ളിയാഴ്ച രാവിലെ 10:30 അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്യും. VS ബാലകൃഷ്ണന്റെ കവിതാ സമാഹാരം അക്കാദമി സെക്രട്ടറി രാജി R പിള്ള പ്രകാശിപ്പിക്കും. ആർട്ടിസ്റ്റ് KN ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. സിനിമാ കലാ സംവിധാനത്തിൽ സംസ്ഥാന അവാർഡ് നേടിയ അജയൻ ചാലിശ്ശേരിയെ ചടങ്ങിൽ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിത്രകാരന്മാരായ ശങ്കർ G വല്ലച്ചിറ, PS ഗോപി, MK കേശവൻ, AR ഗംഗാധരൻ, ഡേവിസ് ചക്കാലക്കൽ എന്നിവർ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കനത്ത വർധന. ഗ്രാമിന് 225 രൂപ കൂടി 14,415 രൂപയായി. പവന് 5,480 രൂപ കൂടി 1,15,320 രൂപയാണ് ഇന്നത്തെ നിരക്ക്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,800 പിന്നിട്ടതോടെയാണ് കേരളത്തിലും വില പിടിവിട്ട് കുതിച്ചത്. രാജ്യാന്തര വിപണിയിൽ വില വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഇനിയും വില മാറ്റമുണ്ടായേക്കും. ഇന്നലെ 4 തവണയാണ് കേരളത്തിൽ വില മാറിയത്. സുരക്ഷിത നിക്ഷേപ എന്ന നിലയിൽ സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിക്കുന്നതും ഡോളറിന്റെ മൂല്യം കുറഞ്ഞതുമാണ് പൊന്നിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത്. ദളിത് ജീവിതവും അവരുടെ അതിജീവനവും പ്രമേയമാക്കിയ നവാഗത സംവിധായകൻ ബോബൻ ഗോവിന്ദന്റെ മലവാഴി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ നേടുന്നു. വിവിധ ഫിലിം ഫെസ്റ്റിവലുകളിലായി 20-ലധികം പുരസ്കാരങ്ങളാണ് ചിത്രം ഇതിനോടകം കരസ്ഥമാക്കിയത്. കാശ്മീർ വേൾഡ് ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രത്തിനുള്ള ജൂറി അവാർഡും ചിത്രം നേടി. നവാഗതനായ ബോബൻ ഗോവിന്ദൻ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും രാജേഷ് കുറുമാലയാണ് ഒരുക്കിയത്. ഛായാഗ്രാഹകൻ മധു അമ്പാട്ടാണ്. ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചത്. തൃശൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. സിനിമയുടെ തിയേറ്റർ റിലീസിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംവിധായകൻ ബോബൻ ഗോവിന്ദൻ, തിരക്കഥാകൃത്ത് രാജേഷ് കുറുമാലി, നടൻ ദേവദാസ്, കവി ഡോക്ടർ C രാവുണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി മഹോത്സവം ഈ മാസം 23 മുതൽ 25 വരെ പടിഞ്ഞാറെ ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മഹോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. നഗരസഭാ വൈസ് ചെയർമാൻ KV പോൾ അധ്യക്ഷനാകും. ഫൌണ്ടേഷൻ ചെയർമാൻ VVS മുരാരി, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് P നാരായണൻകുട്ടി, കോർഡിനേറ്റർ സുനിത ഹരിശങ്കർ, ക്ഷേത്രസമിതി പ്രസിഡന്റ് ഉഷ മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കിള്ളിമംഗലം ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് സ്മൃതി പുരസ്കാരത്തിന് മാധ്യമപ്രവർത്തകൻ V മുരളി അർഹനായി. 5,555 രൂപയടങ്ങുന്ന പുരസ്കാരം ശനിയാഴ്ച കിള്ളിമംഗലം വായനശാലയിൽ നടക്കുന്ന ചടങ്ങിൽ K രാധാകൃഷ്ണൻ MP സമ്മാനിക്കും. വായനശാല പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട്, TP വേലുക്കുട്ടി, K വിജയൻ എന്നിവർ പങ്കെടുത്തു. അവശത അനുഭവിക്കുന്ന 50 പേർക്ക് താങ്ങാവുകയാണ് പഴുവിൽ ഗോകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ. 1 മാസത്തേക്ക് വേണ്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും സാമഗ്രികളുമാണ് കുട്ടികൾ സമാഹരിച്ച് കൈമാറിയത്. തങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനായി വാങ്ങുന്ന സാധനങ്ങളിൽ ഒരു പങ്ക് അവശരായവർക്ക് കരുതലാകാൻ മാതാപിതാക്കളുടെ സമ്മതത്തോടെ നീക്കിവെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേർന്നത്. ഇങ്ങനെ പഞ്ചസാരയും പരിപ്പും ചായയിലയും സോപ്പും വാഷിംഗ് പൗഡറും അടക്കം 34 ഇനങ്ങൾ കുട്ടികൾ സമാഹരിച്ചു. ഇവ സ്കൂളിലെത്തിച്ച് അധ്യാപകരോടൊപ്പം ചേർന്ന് പാക്ക് ചെയ്തു. പുത്തൻപീടികയിലെ ജീവകാരുണ്യ സംഘടനയായ കാരുണ്യയുടെ സഹകരണത്തോടെ നിരാലംബരായി ബുദ്ധിമുട്ടുന്ന 50 പേർക്ക് ഇവ ആദ്യഘട്ടമായി കൈമാറി. ഇവരെല്ലാം വർഷത്തിലൊരിക്കൽ കാരുണ്യം നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ ആംബുലൻസിൽ എത്തുന്ന രോഗികളാണ്. സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ദിവസവും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടെത്തി നമ്മുടെ കുട്ടികളാൽ സഹായം ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻസുകൾ അവർ കളക്ട് ചെയ്ത് അവരെയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സന്തോഷമാണ് പങ്കുവെക്കുന്നത്. കുട്ടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിച്ച്
അവർ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് കൂടുതലായി വാങ്ങുന്ന സാധനങ്ങളിൽ ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ സ്കൂളിൽ തരികയും അത് ആ പാവങ്ങളായ മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തതിന്റെ സന്തോഷമാണ് ഇപ്പോൾ. അതിന്റെ ഏറ്റവും വലിയ സന്തോഷം അറിയിക്കേണ്ടത് ആ പേരൻസുകളുടെ മാനസിക നിലയാണ്. ചാഴൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമായി നടന്നുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ വിദ്യാർത്ഥികളും ചെറിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കാരുണ്യ സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാടിന് ഗോകുലം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KR അഭിലാഷ് ഭക്ഷ്യോൽപ്പന്നങ്ങളും സാധനങ്ങളും കൈമാറി. ചാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം മേധാവി ശ്രീജ തുടങ്ങിയവർ സന്നിഹിതരായി. പഠനത്തോടൊപ്പം സമൂഹത്തിലെ അവശരായവർക്ക് കരുതലേകി വേറിട്ട മാതൃകയാവുകയാണ് ഈ വിദ്യാർത്ഥികൾ. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന ഞങ്ങൾ നൽകി. എല്ലാ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ നിന്ന് ശേഖരിച്ച് ഏറ്റവും ഒരാൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നൽകിയത്. TCV തൃശൂർ. ആന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതം, അഷ്ടപതി, സംസ്കൃതാലാപനം എന്നിവയിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ കൃഷ്ണദേവ് ദിലീപ് കുമാറിനെ അനുമോദിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VK സുശീലൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ, CMP ജില്ലാ കമ്മിറ്റി അംഗം PB രമേശ്, കോൺഗ്രസ് നേതാക്കളായ ഹബീബുള്ള, KR ജോഷി, വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൃഷ്ണദേവ്. കൊടകര പന്തല്ലൂർ മുല്ലോർലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 23 മുതൽ 25 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 23-ന് രാത്രി 7-ന് പന്തല്ലൂർ നവരത്ന കലാസമിതിയുടെ അതിരുകൾ എന്ന നാടകവും 25-ന് രാത്രി 7-ന് തൃശൂർ സദ്ഗമയുടെ സൈറൺ എന്ന നാടകവും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KK രാജൻ, സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ, T ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്തു. ചൂണ്ടൽ പെലക്കാട്ടുപ്പയ്യൂർ ശ്രീ മഹർഷിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നാളെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. 15ഓളം ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ മാറ്റുകൂട്ടും. പ്രസിഡന്റ് KB സോമരാജ്, സെക്രട്ടറി PS സജി, ഭാരവാഹികളായ NA തിലകൻ, MS നിവേദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓർത്തഡോക്സ് കൺവെൻഷൻ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിക്കുന്ന കൺവെൻഷൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഫാദർ സ്റ്റീഫൻ ജോർജ്, ജോയിന്റ് കൺവീനർ എഡ്വി സക്കറിയ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ VM സാമുവേൽ എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ 59 വിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചുവരുന്ന ക്രിയേറ്റീവ് കോർണറുകളിലെ പ്രധാന അധ്യാപകർ, LSGD മെമ്പർമാർ, വിദ്യാഭ്യാസ ഓഫീസർമാർ എന്നിവർക്കുള്ള ഏകദിന ശില്പശാല ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് അധ്യക്ഷത വഹിച്ചു. DPO KB ബ്രിജി സംസാരിച്ചു. വെങ്കിടം ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വാർഷികവും യാത്രയയപ്പും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റ് മാനേജർ ജോയ് അടമ്പുകുളം, വിരമിക്കുന്ന അധ്യാപകൻ ജോബി ജോണിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, പ്രധാന അധ്യാപകൻ ജോഷി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സഹായികളായിട്ടുണ്ട്. അവരെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഞാൻ 27 വർഷക്കാലത്തോളമാണ് കാക്കശ്ശേരി വൈലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആകർഷകമായി. മേൽശാന്തി പ്രിനിൽ ചേർത്തല പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ അഭിഷേകം, മലർനിവേദ്യം, വിശേഷാൽ പൂജകൾ, പൂരമെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഗജവീരൻ ബാസ്റ്റിൻ വിനയസുന്ദർ ഭഗവതിയുടെ തിടമ്പേറ്റി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്നിവരുൾപ്പെടെ 8 ഗജവീരന്മാർ അണിനിരന്നു. മേളത്തിന് പെരുവനം കുട്ടന്മാരാർ നേതൃത്വം നൽകി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PA ബാലൻ, സെക്രട്ടറി PA സുരേന്ദ്രൻ, ട്രഷറർ മുരളി പുതുമനശ്ശേരി, കൺവീനർ P സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരത്തിലെ അനധികൃത ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ബസ്സുകൾ നിർത്തരുതെന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശം.
താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി പരിസരത്തെ പണിക്കേഴ്സ് ഹാളിന് മുൻപിലുള്ള അനധികൃത വെയിറ്റിംഗ് ഷെഡിൽ ബസുകൾ നിർത്തി ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും മറ്റു വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന വിധം ബസുകൾ നിർത്തി ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾക്ക് നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകി. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ ഓട്ടോയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ വേലുപ്പാടം സ്വദേശി ഷാജു, സ്കൂട്ടർ യാത്രികൻ വരാക്കര സ്വദേശി ഹരികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്ക്. ഗുരുതര പരിക്കേറ്റ ഹരികൃഷ്ണനെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിസ്സാര പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയിലാണ് അപകടം. തളിക്കുളം എരടയെഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. 9 ആനകൾ അണിനിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ മച്ചാട് ജയറാം ഭഗവതിയുടെ തിടമ്പേറ്റി. പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയായി. ഇടപ്പള്ളി മുതൽ താനൂർ വരെയുള്ള തീരദേശത്തിന്റെ വികസനത്തിനും യാത്രാ സൌകര്യത്തിനും തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉതകുന്ന ഇടപ്പള്ളി താനൂർ റെയിൽവേ പാത നടപടി വേണമെന്ന് കൊടുങ്ങല്ലൂർ കോസ്റ്റൽ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വനി വൈഷ്ണവിന് നിവേദനം നൽകിയതായി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ കന്യാകുമാരി മുതൽ ബോംബെ വരെയുള്ള റെയിൽപാതയിൽ കേരളത്തിൽ അറബിക്കടലിന്റെ സമാന്തരമായിട്ടുള്ള ഇടപ്പള്ളി മുതൽ താനൂർ വരെയുള്ള ഭാഗത്ത് മാത്രമാണ് റെയിൽപാത ഇല്ലാത്തത്. ഈ പാത കൂടി നിർമ്മിക്കുകയാണെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഒരു സമാന്തര പാതയായി ഉപയോഗപ്പെടുത്താൻ കഴിയും. മാത്രമല്ല, കൊച്ചി നേവൽ ബേസിൽ നിന്നും ഏഴിമല നാവിക അക്കാദമിയിലേക്കുള്ള റെയിൽ വഴിയുള്ള ദൂരത്തിൽ ഏറെ കുറവ് വരുന്നതുമാണ്. ഇടപ്പള്ളി താനൂർ റെയിൽപാത നിർദ്ദിഷ്ട ശബരിപാതയുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ തീർത്ഥാടന ടൂറിസം വികസനത്തിനും വഴിയൊരുക്കാനാകുമെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. കോസ്റ്റൽ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ചെയർമാൻ CS തിലകൻ, ജനറൽ കൺവീനർ ഷംസുദ്ദീൻ വാത്തിയടത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,415 രൂപ, പവന് 1,17,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വോട്ട് ചെയ്തി കേരള പതിപ്പിന് BJP തൃശൂർ നിയോജക മണ്ഡലത്തിൽ നീക്കം നടത്തുന്നതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. 6 ബൂത്തുകളിലായി 374 പേരെ അകാരണമായി വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിനീക്കാൻ BJP അപേക്ഷ നൽകിയതായി ജോസഫ് ടാജൻ. തൃശൂർ കോർപ്പറേഷൻ പുതിയ ഭരണസമിതിയുടെ ആദ്യ കൌൺസിൽ യോഗം ചേർന്നു. മാതൃകാപരമായി ഒത്തൊരുമയോടെ എല്ലാവരും മുന്നോട്ടു പോകണമെന്ന് മേയർ ഡോക്ടർ ലിജി ജസ്റ്റിൻ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമായി. ഫെബ്രുവരി 22-ന് തെരഞ്ഞെടുപ്പ് നടക്കും. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണശ്രമം. മോഷ്ടാവ് രക്ഷപ്പെട്ടത് സെക്യൂരിറ്റി ജീവനക്കാരനെ കമ്പിപ്പാര കാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ ഇരുചക്രവാഹനങ്ങൾ കത്തിയ സംഭവം. ഉടമകൾക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ പ്രതിഷേധത്തിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം,
കണ്ണിലെ കൃഷ്ണമണി പോലെ.